നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഒരു ക്ഷേത്ര പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിച്ച ആ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സനാതനധർമ്മം പഠിപ്പിക്കാൻ മതപാഠശാലകൾ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് തുടങ്ങണം. രണ്ടാമത്തേത്, ഗോശാലകൾ നിർമ്മിച്ച് ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഗോശാലകൾ നിർമ്മിച്ച് ഈ അലഞ്ഞു നടക്കുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതുമായ പശുക്കളെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇത് രണ്ടും ഹിന്ദു ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് നടത്തണം എന്നുള്ളതാണ് ആ സംസാരത്തിനിടയിൽ ഗവർണർജി പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ കേരളത്തിലെ ഹിന്ദുക്കൾ നടപ്പാക്കുമെന്നുള്ളതാണ്. കാരണം ഒരന്തിത്തിരി കത്തിക്കാൻ ശേഷിയുള്ള ക്ഷേത്രങ്ങളൊക്കെയും ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണുള്ളത്. നാട്ടുകാരൊക്കെ ചേർന്ന് ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി അത് ഒരുവിധം പച്ച പിടിച്ച് വരുമ്പോഴത്തേക്ക് അത് പിടിച്ചടക്കാൻ വേണ്ടി പോലീസുകാരെയും കൂട്ടി സർക്കാർ വരുന്നതും അവിടുത്തെ ഭക്തജനങ്ങൾ പ്രതിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഒരുവിധം പണമുള്ള ഭണ്ഡാരം നിറയുന്ന എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് സർക്കാരിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ഹിന്ദു കുട്ടികളെ എങ്ങനെ മതം പഠിപ്പിക്കണം എന്നാണ് സർ ഉദ്ദേശിക്കുന്നത്? ആരോട് പറയണം കേരളത്തിലെ ഹിന്ദുക്കൾ? കേരളത്തിലെ ഹിന്ദുവിന് പിന്നെ മതേതരം തലയിൽ കയറിയത് കൊണ്ട് അത്തരം ചിന്തകളൊന്നും ഇല്ല എന്നുള്ളത് വേറെ കാര്യം. സമുദായങ്ങളായി വിഘടിച്ച് നിന്നുകൊണ്ട് എങ്ങനെ തമ്മിൽ കുത്തണം എന്നുള്ളത് നോക്കുന്നത് കൊണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യമോ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് ഈ ഹിന്ദു മതത്തിനു വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളോ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളോ ഒന്നും ഈ കേരളത്തിലെ ഹിന്ദുക്കള് ചിന്തിക്കുന്നതേ ഇല്ല. അപ്പൊ പിന്നെ എന്ത് സനാതനധർമ്മ പാഠം, എന്ത് ഗോശാല? ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഹിന്ദുക്കളോടുള്ള അവഗണന നാം മനസ്സിലാക്കണം. ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 26 പ്രകാരം ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ് ഉണ്ട്. അത് ഹിന്ദുവിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഭരിക്കാനോ അതിന്റെ വരുമാനം കൈകാര്യം ചെയ്യാനോ ഉള്ള ആ ഒരു സൗകര്യം, ആ ഒരു പരിഗണന അത് ഹിന്ദുവിനുണ്ടോ? ക്ഷേത്രങ്ങൾ മുഴുവനും സർക്കാർ കൈകാര്യം ചെയ്യുന്നു. അതിൽ ആകെപ്പാടെ പറയുന്നത് ഹിന്ദു നാമധാരികളായിരിക്കണം എന്നുള്ളത് മാത്രമാണ്. അതിപ്പം ആ നാമധാരികളായിട്ടുള്ളവർ മറ്റു മതം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മറ്റ് മതസ്ഥരാണെങ്കിലും ക്രിപ്റ്റോ ക്രിസ്ത്യനോ ക്രിപ്റ്റോ മുസ്ലിമോ ആയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും അവർ ഹിന്ദു നാമം നിലനിർത്തിയാൽ മാത്രം മതി. അത് നമ്മൾ കണ്ടതാണല്ലോ. ഗുരുവായൂർ പോയിട്ട് ഒരാൾ ചോദിച്ചത് ആ വിളക്ക് കത്തുന്നെടുത്താണോ കൃഷ്ണൻ എന്ന്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പൊ കേരളത്തിലെ ഒരു സ്ഥിതി അനുസരിച്ച് കേരളത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസം പഠിപ്പിക്കുന്ന അധ്യാപകന് കിട്ടുന്ന ശമ്പളം 500 രൂപയാണത്രേ. അപ്പോൾ മറ്റു മതസ്ഥര്, അത് ഞാൻ പറയുമ്പം അത് ഏത് മതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വേറെ ആരെയും സർക്കാർ ശമ്പളം കൊടുത്ത് മതം വളർത്തുന്നില്ലല്ലോ. സർക്കാർ ശമ്പളം കൊടുത്ത് മതം വളർത്തുന്ന ഒരേ ഒരു മതം മാത്രമേ ഉള്ളൂ. അതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റു മതങ്ങൾക്കൊന്നും അത് കിട്ടുന്നില്ല. ക്രിസ്ത്യൻ മതവും സൺഡേ സ്കൂൾ നടത്തുന്ന അധ്യാപകർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നതായിട്ട് നമുക്ക് ഒരറിവുമില്ല. അപ്പോ അങ്ങനെ സർക്കാർ ശമ്പളം കൊടുക്കുന്ന മതപഠനം നടത്തുന്നവർക്ക് ഇപ്പോൾ കിട്ടുന്നത് 6000 രൂപയാണ്. ഇത് കുറച്ച് മുമ്പുള്ള വാർത്തയാണ്. ഇപ്പൊ കൂടുതലായോ എന്ന് ഞാൻ സ്കെയിൽ നോക്കിയിട്ടില്ല. അപ്പൊ അത് UP സ്കൂൾ അധ്യാപകർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ചർച്ചയുണ്ടാവുകയും അതിനോട് ഗവൺമെന്റ് അനുഭവം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ എവിടുന്ന് ഹിന്ദു കുട്ടികൾ പഠിക്കും? ഈ 500 രൂപയോ 1000 രൂപയോ വാങ്ങിച്ചുകൊണ്ട് ഒരു ഹിന്ദു അധ്യാപകന് അല്ലെങ്കിൽ ഹിന്ദു മതം പഠിപ്പിക്കാൻ വരുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 6000 രൂപ വാങ്ങിക്കുന്ന അധ്യാപകന് രാവിലെ 2 മണിക്കൂർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു ജോലികൾക്ക് പോവാം. പക്ഷെ അയാൾക്ക് ക്ഷേമനിധിയിലുമുണ്ട്, പിന്നെ പെൻഷനുമുണ്ട്, എല്ലാമുണ്ട് സർക്കാർ വകയായിട്ട്. ഹിന്ദുക്കളും മനസ്സിലാക്കണം, ഹിന്ദുവിലെ എല്ലാ സമുദായങ്ങളും മനസ്സിലാക്കണം നമ്മളോട് ഓരോ സർക്കാരും ചെയ്യുന്നത് എന്താണ് എന്നുള്ളത്. നമ്മുടെ വോട്ട് കൊണ്ട് നമ്മുടെ ഇനിയുള്ള തലമുറയ്ക്ക്
വളരാൻ പറ്റാത്ത രീതിയിലുള്ള അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ വോട്ട് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. വേരറിയാത്ത, സംസ്കാരം അറിയാത്ത ഒരു തലമുറയാണ് നമ്മൾ സൃഷ്ടിച്ചു വെക്കുന്നത്. പക്ഷേ ഇന്നാളൊരു സംസാരത്തിൽ ഡോക്ടർ KT ജലീൽ പറയുന്നത് നമ്മൾ കേട്ടു. ഹിന്ദുവിനെ മതം പഠിപ്പിക്കുന്നുണ്ടോ? എന്നിട്ടും ഒരു ഹിന്ദു കുട്ടി എങ്ങനെ പെരുമാറുന്നു സമൂഹത്തിൽ എന്ന് നമ്മൾ കണ്ടില്ലേ? കോളേജുകളിൽ നോക്കൂ, നമ്മുടെ കുട്ടികൾ പെരുമാറുന്ന പോലെയാണോ ഹിന്ദു കുട്ടികൾ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ഹിന്ദു മതത്തെ അവർ ഒരു മതവും പഠിച്ചില്ലെങ്കിൽ കൂടിയും ഹിന്ദു കുട്ടികൾ സംസ്കാര സമ്പന്നരായി വളരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന നമ്മൾ കേട്ടു. അതിനൊരു കാരണമുണ്ടായിരുന്നു. പഴയ ഒരു തലമുറ അവര് പറഞ്ഞു കൊടുത്ത, അവര് നൽകിയ കുറച്ച് സംസ്കാരം ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂക്ലിയർ കുടുംബങ്ങളില് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോ ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഓരോ ഹിന്ദു അമ്മയും ഹിന്ദു അച്ഛനും ചിന്തിക്കണം. അപ്പൊ നമ്മുടെ തലമുറയ്ക്ക് ഇനി പഠിക്കണമെങ്കിൽ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് മതപാഠശാലകൾ വേണം. ഇവിടെ എത്രത്തോളം മറ്റ് മതങ്ങൾക്ക് സർക്കാരിന്റെ സഹായം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, 26,000 രൂപ ശമ്പളമായിട്ട് നൽകണം. UP സ്കൂൾ ശമ്പളം നൽകണം എന്നുള്ളതാണ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ 54.73% ഹിന്ദുക്കളുണ്ട്. മുസ്ലിങ്ങൾ 18.36%. അപ്പോ ഭൂരിപക്ഷത്തിനും മതം പഠിക്കാനുള്ള സാഹചര്യമില്ല. ന്യൂനപക്ഷത്തിനും മതം പഠിപ്പിക്കാം, പ്രചരിപ്പിക്കാം. അത് സർക്കാരിന് ശമ്പളവും കൊടുക്കും. മദ്രസ അധ്യാപകർക്ക് ക്ഷേമനിധി ബില്ല് സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്. അത് പെൻഷൻ അവർക്ക് 7,500 രൂപ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് മുൻപുള്ള വാർത്തയാണ്. അതിന് കൂട്ടിയോ എന്നുള്ളത് ശരിയായിട്ട് അറിയില്ല. പിന്നെ 183 മതപാഠശാലകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. വെറും 183 മതപാഠശാലകൾ. അങ്ങനെയുള്ള ആ മതപാഠശാലകൾ തന്നെയാണെന്ന് തോന്നുന്നു ഈ 500 രൂപ ശമ്പളം കൊടുക്കുന്നത്. അപ്പോ ഒരു മതപാഠശാലയിലെ പ്രധാന അധ്യാപകന് മാത്രമാണ് 500 ലഭിക്കൂ. മനസ്സിലാക്കണം. അപ്പോ മറ്റു മതങ്ങൾക്കോ എത്രയുണ്ട്, എത്ര ലക്ഷമുണ്ട് എന്നറിയോ? 21,000 ചില്ലറയോ മറ്റേ. കേരളത്തിൽ 21,683 മദ്രസകളുണ്ട്. 2,00,000 പരം, 2,04,683. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചു മുമ്പത്തെ വാർത്തയാണ്, അതുകൊണ്ട് കറക്റ്റ് അറിയില്ല. എങ്കിലും 2,00,000 പകരം 3 ലക്ഷത്തോളം ഇപ്പം മദ്രസ അധ്യാപകരുണ്ട്. അപ്പോൾ അവർക്ക് സർക്കാരാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ജില്ലയിൽ 1,549 മദ്രസകൾ ഉണ്ടാവും. ഇപ്പം അത് 2,000-ഓളം ആയിട്ടുണ്ടാവും. ഒരു പഞ്ചായത്തിൽ 22ഓളം മദ്രസകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് കണക്കുകൾ. അപ്പോ ഈ താരതമ്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഹിന്ദു വീഴാൻ പോകുന്ന, വീണ് കഴിഞ്ഞ അഗാധമായ മതേതരത്വത്തിന്റെ ഗർത്തത്തെപ്പറ്റി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റു മതങ്ങൾ പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ അവരെ കുട്ടികൾ ആ മതം പഠിക്കുകയോ വളരോ എന്തു വേണം ചെയ്യട്ടെ. ഹിന്ദു എന്ത് ചെയ്യുന്നു, ഹിന്ദുവിന് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി താരതമ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ടാക്സിൽ നിന്നുകൂടി, നമ്മുടെ അധ്വാനത്തിൽ നിന്നുകൂടി നമ്മൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്നാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. നമ്മുടെ ഭണ്ഡാരത്തിൽ നമ്മൾ ഇടുന്ന പൈസ എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കാനുള്ള ഒരധികാരവും ഹിന്ദുവിനില്ല. അപ്പോ നമുക്കെന്ത് സനാതനധർമ്മം, നമുക്കെന്ത് ഗോശാല എന്ന് ചോദിക്കാൻ മാത്രമേ നിഷ്കുവായ ഹിന്ദുവിന്, അല്ലെങ്കിൽ യാതൊന്നിലും താല്പര്യമില്ലാത്ത അലസനായ ഹിന്ദുവിന് ചോദിക്കാൻ കഴിയും. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.